സംസം കിണറിൻ്റെ ശ്രേഷ്ഠതയും പ്രത്യേകതയും എല്ലാം നമുക്കറിയാം. സംസമിൻ്റെ കഥകളിൽ ഒരു വേറിട്ട കഥ കൂടി പറയാനുണ്ട്, കേൾക്കാനുണ്ട്. അത് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഹാജിർ റളിയല്ലാഹു അൻഹായുടെയും ഉടമസ്ഥതയിലായിരുന്നു സംസം. നമുക്കറിയാം അതുണ്ടായത് അങ്ങനെയാണ്. പക്ഷേ അവിടെ ആദ്യം വന്ന് താമസമാക്കിയത് യമനിലെ ജുർഹും എന്ന ഗോത്രക്കാരായിരുന്നു. അവർ വന്ന് അവിടെ താമസിച്ചു. അവർ വലിയൊരു കുടുംബമായി. ഇസ്മായിൽ നബി അവരിൽ നിന്ന് വിവാഹം ചെയ്തു. അങ്ങനെ ക്രമേണ ഇസ്മായിൽ നബിക്ക് ശേഷം സംസം കിണറിൻ്റെ അധികാരം ജുർഹും ഗോത്രക്കാരുടെ കരങ്ങളിലെത്തി. പിന്നെ ഒരുപാട് കാലം അവരുടെ കരങ്ങളിലായിരുന്നു. പിൽക്കാലത്ത് അവർ താന്തോന്നികളായി മാറി. അപ്പോൾ മക്കായിലെ ജനങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞു. ശക്തമായ ഏറ്റുമുട്ടലുകൾ രണ്ട് വിഭാഗത്തിനുമിടയിൽ ഉണ്ടായി. അവസാനം ജുർഹുമുകൾ മക്ക ഉപേക്ഷിച്ച് സ്വന്തം നാടായ യമനിലേക്ക് മടങ്ങിപ്പോവേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു. അവർ പോകേണ്ടി വരുമെന്ന് ഉറപ്പായപ്പോൾ അവർ അവരുടെ ഒരു അസൂയ പുറത്തെടുത്തു. തങ്ങളില്ലെങ്കിൽ ഇവിടെയുള്ളതൊന്നും ആർക്കും വേണ്ട എന്ന ഒരു കുടില മനസ്ഥിതി. അവർ മക്കയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്ന ഈ ജലപ്രവാഹം സംസം അവർ മണ്ണിട്ട് മൂടി. കഅബാലയത്തിൽ ഉണ്ടായിരുന്നതും അവർക്ക് കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റാതിരുന്നതുമായ എല്ലാം സംസം കിണറിലേക്ക് വാരി വലിച്ചിട്ട് അത് മണ്ണിട്ട് മൂടി. പുറത്ത് ഒരടയാളവും ഇല്ലാത്ത വിധം അവർ തിരിച്ചുപോയി. പിന്നെ ഖുറൈശികളുടെ കരങ്ങളിലായിരുന്നു മക്കയും മക്കയുടെ ആധിപത്യവും. പക്ഷേ അതിനിടയിൽ ഇങ്ങനെ ഒരു കിണറിനെ കുറിച്ചുള്ള വർത്തമാനം മക്കയിലെ പൊതുജനം മറന്നുപോയി. പണ്ടിവിടെ സമൃദ്ധമായ ജലമുള്ള ഒരു കിണറുണ്ടായിരുന്നു എന്ന ഒരു വർത്തമാനം മാത്രമാണ് അവർക്കിടയിൽ അവശേഷിച്ചത്. എന്നാൽ ഇതൊരു സ്വർഗജലമാണ് എന്നോ അത് ഇന്ന പ്രത്യേകതകളുള്ളതാണ് എന്നോ ഒന്നും അവരാർക്കും അറിയുമായിരുന്നില്ല. അതിനാൽ തന്നെ ആരും അത് ഗൗനിച്ചില്ല. ഖുറൈശികൾ പിന്നെ വെള്ളം ആവശ്യമായി വന്നപ്പോൾ മക്കയുടെ മറ്റു ഭാഗങ്ങളിൽ കിണറുകൾ കുഴിക്കുകയും വെള്ളം കണ്ടെത്തുകയും അവരുടെ താൽക്കാലിക പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഏകദേശം 500 കൊല്ലങ്ങൾ പിന്നിട്ടപ്പോഴാണ് നബി തിരുമേനിയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിൻ്റെ കാലം വരുന്നത്. അബ്ദുൽ മുത്തലിബ് ഒരിക്കൽ പരിശുദ്ധ ഹറമിൽ കടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വപ്നാടനമുണ്ടായി. സ്വപ്നത്തിൽ ഒരാൾ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഉഹ്ഫുർ ത്വയ്ബ, ത്വയ്ബ വീണ്ടും കിളക്കുക. ഞെട്ടി ഉണർന്ന അബ്ദുൽ മുത്തലിബിന് കാര്യമൊന്നും മനസ്സിലായില്ല. എന്തോ ആവാം, അദ്ദേഹം അങ്ങനെ കരുതി എഴുന്നേറ്റ് പോയി. പിറ്റേ ദിവസം അതേ സ്ഥലത്ത് അതേപോലെ ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും സ്വപ്നാടനമുണ്ടായി. ആ സ്വപ്നത്തിൽ അശരീരി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉഹ്ഫുർ ബറ, ബറ കിളക്കുക, കുഴിക്കുക. അദ്ദേഹത്തിന് അപ്പോഴും മനസ്സിലായില്ല. 3-ാമത്തെ ദിവസവും അതേ അനുഭവമുണ്ടായി. അന്ന് പറഞ്ഞത് മളുമൂന കുഴിക്കുക എന്നായിരുന്നു. ഇതൊന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല. 4-ാമത്തെ ദിവസം ആ അശരീരി വ്യക്തമായി പറഞ്ഞു, സംസം കുഴിക്കുക. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ചോദിച്ചു, സംസം എന്ന ഒരു കിണറിനെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് എൻ്റെ പിതാക്കളിൽ നിന്ന്. അത് മക്കായിലെ
ഒരു പഴയ ചരിത്രമാണ്, ഒരു പഴയ കഥയാണ്. സംസം എവിടെയായിരുന്നു എന്നോ എവിടെയാണ് അതിൻ്റെ സ്ഥാനമെന്നോ അറിയാൻ യാതൊരു അടയാളങ്ങളും അവശേഷിക്കുന്നില്ല. മാത്രമല്ല അതറിയുന്ന ആരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. അതുകൊണ്ട് എവിടെയാണ് അതിൻ്റെ സ്ഥാനം എന്ന് ചോദിച്ചു. അപ്പോൾ സ്വപ്നത്തിൽ വന്നയാൾ സ്ഥാനം പറഞ്ഞു കൊടുത്തു. പറഞ്ഞ സ്ഥാനം പച്ച രക്തം തളം കെട്ടിക്കിടക്കുന്ന, അതിൽ ഉറുമ്പുകളും മറ്റും ഇഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഒരു സ്ഥലത്താണ് കിണറിൻ്റെ സ്ഥാനമെന്ന്. അദ്ദേഹം എഴുന്നേറ്റു. സ്വപ്നത്തിൽ കണ്ടതെല്ലാം അദ്ദേഹത്തിന് വ്യക്തമായും മനസ്സിലായി. പക്ഷെ ഒരു പ്രശ്നം, ഹറമിൻ്റെ ഉള്ളിൽ പച്ച രക്തം, അതായത് ഉണങ്ങാത്ത രക്തം, അതെങ്ങനെ ഉണ്ടാവാനാണ്? എല്ലാ കാലത്തും രക്തം വീഴാത്ത മണ്ണാണ് ഹറമിൻ്റേത്. എന്നാൽ ഇങ്ങനെ ഒരു സ്വപ്നത്തെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കുമോ? ഒരിക്കലുമില്ല. ആരെങ്കിലും അത് അംഗീകരിക്കുമോ? ഇല്ല. എല്ലാവരും അതെന്തോ ഭ്രാന്താണ് എന്നേ പറയൂ. അദ്ദേഹം ആകെ കുഴഞ്ഞു. അങ്ങനെ നിരാശനായി ഒരു ദിവസം അദ്ദേഹം മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരത്ത് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ആരവാരം കേട്ടത്. വലിയ ശബ്ദ കോലാഹലങ്ങൾ. അദ്ദേഹം നോക്കിയപ്പോൾ ജനങ്ങളെല്ലാം ഒരു മൃഗത്തിൻ്റെ പിന്നാലെ ഓടുകയാണ്. ഒരു അറവ് മാടാണ് അത്. അറവുകാരൻ്റെ അറവുശാലയിൽ നിന്ന്, അല്ലെങ്കിൽ അറവുകാരൻ്റെ കയ്യിൽ നിന്ന് കുതറി രക്ഷപ്പെട്ട് ജീവനും കൊണ്ട് ഓടുകയാണ്. ജനങ്ങൾ ആ മൃഗത്തിൻ്റെ പിന്നാലെ ഓടി, കിട്ടിയില്ല. അവസാനം അവർ ഹറമിൻ്റെ അടുത്തെത്തിയപ്പോൾ അവരിൽ ആരോ മൃഗത്തെ ഹറമിൻ്റെ ഉള്ളിലേക്ക് തെളിച്ചു വിട്ടു. അതോടെ മൃഗം ഹറമിൻ്റെ ഉള്ളിലായി. ഹറമിൻ്റെ ഉള്ളിലായപ്പോൾ പിന്നെ അതിനെ പിടിക്കാൻ സൗകര്യമായി. എല്ലാവരും ചേർന്ന് പിടിച്ചു. അപ്പോൾ ചിലർ പറഞ്ഞു, ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതൊക്കെ അപകടമാണ്, ഇവിടെ ഇട്ട് തന്നെ അറുത്ത് അതിന് ശേഷം കൊണ്ടുപോകുന്നതാണ് നല്ലത്. ആ അഭിപ്രായത്തോടെ എല്ലാവരും യോജിച്ചു. അങ്ങനെ അവിടെ ഇട്ട് ആ മൃഗത്തെ അറുത്തു. എന്നിട്ട് അവർ മൃഗത്തെ കൊണ്ടുപോവുകയും ചെയ്തു. അതിനെ അറുത്ത സ്ഥലത്ത് ഉണങ്ങാത്ത പച്ചയായ രക്തം അബ്ദുൽ മുത്തലിബ് കണ്ടു. അദ്ദേഹത്തിൻ്റെ മനസ്സ് മന്ത്രിച്ചു, ഇതാണ് ആ അടയാളം, ഇതാണ് ആ പുണ്യ ജലത്തിൻ്റെ സ്ഥാനം. വസ്സലാം.